അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സയ്യിദ് അലവി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികളെ, ഇന്നത്തെ വീഡിയോ ഒന്ന് ദയവ് വിചാരിച്ച് ഒരു ഹബീബിൻ്റെ അർജൻറ്റ് വിൽപ്പനയാണ്. ഇതൊന്ന് ഷെയർ ചെയ്യണം, കാണുന്നവർ. കാരണം എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത് വിൽക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഹബീബിൻ്റെ വീടാണ്, പ്രത്യേകിച്ച് പ്രവാസിയുടെ വീടാണ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ടാണ് ഇത് വിൽപ്പനക്കിട്ടിരിക്കുന്നത്. ഈ റോഡ് സൈഡിൽ ഈ കാണുന്ന വീട് ഇത് എവിടെയെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് റോഡിൽ മുരിക്കുംപറ്റ കഴിഞ്ഞിട്ട് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ നിങ്ങൾക്കൊരു ഹെയറോ മാർക്ക് പറഞ്ഞു തരണമെങ്കിൽ വില്ലേജ് ഓഫീസാണ് കേട്ടോ. ആ കാണുന്ന വില്ലേജ് ഓഫീസാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ ബിൽഡിങ്ങാണ്, കടകളാണ്. ആ ബിൽഡിങ്ങും കടകളൊക്കെ ശരിക്കും കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്നിട്ട് കാണിച്ചു കൊടുക്കും, ആ ഭാഗത്ത് നിന്നിട്ട് കാണിച്ചു കൊടുക്കും കടകളെന്തൊക്കെയാണ്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നമുക്ക് കൊടുക്കാനുള്ളത് ഒരു 6.5 സെൻറ്റ് സ്ഥലമാണോ 6 ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് നമുക്ക് അവരോട് ചോദിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം. ഒന്നില്ലെങ്കിൽ 6 അല്ലെങ്കിൽ 6.5. അതുപോലെ തന്നെ 2 വലിയ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് റോഡ് സൈഡിൽ, ഈ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ വെറും 6 കിലോമീറ്ററാണ് ദൂരം കേട്ടോ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ, എല്ലാ സൗകര്യങ്ങളുള്ള നല്ല മെയിൻ റോഡിലാണ് ഈ വീട്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ പേരക്കുട്ടികളോട് വന്നിട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന റോഡാണിത്. ഇവിടേക്ക് കറക്റ്റ് 6 കിലോമീറ്ററാണ് ദൂരം. മലപ്പുറം ഈ കയറ്റുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റിലെ വീട്. അതേപോലെ തന്നെ വില്ലേജ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ്. അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏറെയാണ്. നിങ്ങൾക്ക് ഹെയറോ മാർക്കിന് ഓൺലൈൻ സേവാ സെൻറ്റർ, എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇവിടെ കാണാം. അതിൻ്റെ ഓഫീസ് അവിടെയാണ്, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഈ മെയിൻ റോഡിലുള്ളത് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, അർജൻറ്റ് സ്ഥലമായതുകൊണ്ട് ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. കാരണം സമയമില്ല, അർജൻറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഷെയർ ചെയ്ത മാതിരി തന്നെ പെട്ടെന്ന് ഷെയർ നിങ്ങളും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ചിലപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ചെയ്യല്. പക്ഷേ ഇത് എമർജൻസി ആയതുകൊണ്ട് നമുക്ക് ഇത്ര പെട്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വീടുകൾ കേട്ടോ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വാഹനം നിർത്താനുള്ള സൗകര്യം. ഇതാണ് വാഹനം നിർത്താനുള്ള സൗകര്യം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏത് വാഹനവും നിർത്താനുള്ള സൗകര്യം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൂടെ ലൈന്, പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈപ്പ് ലൈൻ ഉണ്ട്, കോയൽക്കിണറുണ്ട്, വെള്ള സൗകര്യമുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്. ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒറ്റപ്പാലത്ത് വെറും 5.5-6 കിലോമീറ്റർ മാത്രമാണ് ദൂരല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിലെ, ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ്. വീടിന് വില കണക്കാക്കിയിട്ടില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല പൂന്തോട്ടം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 2 സ്റ്റെപ്പ് താഴോട്ടിറങ്ങണം. നിങ്ങൾ ഇറങ്ങും. അപ്പോൾ നമുക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു മിറ്റം. അതുപോലെ തന്നെ നല്ലൊരു തെങ്ങ്, നല്ല കായ്ഫലുണ്ട്. കാരണം എന്താ, ചില വീട്ടിൽ ആളുകൾ ചോദിക്കുന്നുണ്ട് തെങ്ങുണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല കായ്ക്കുന്ന തെങ്ങ്, ആ തെങ്ങൊന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതുമലത്തെ തേങ്ങ ഇതിൽ വാങ്ങുന്ന പാർട്ടിക്ക് അരക്കാനും ഉണ്ടാവും, എന്തിനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വാണെങ്കിൽ വെളിച്ചെണ്ണ ആട്ടാൻ കൊടുക്കുകയും ചെയ്യാം. അത്രയ്ക്ക് തേങ്ങ നല്ലൊരു തെങ്ങാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിനെ സ്ഥലം ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വന്നാൽ ഇതിൻ്റെ ബാക്കിൽ മതിലാണ്. ഇതാണ് ബാക്ക്. ഞങ്ങൾ കാണിച്ചു കൊടുത്താൽ അവിടെ സൈഡിൽ വീട്, ബാക്കിൽ വീട് കണ്ടോ. ഇതുവരെയാണ് നമ്മുടെ സ്ഥലം, ബൗണ്ടറി കണ്ടോ. ഇനി ആ സൈഡിൽ ബോർഡറിയുടെ നോക്കുക. പിന്നെ അഭിപ്രായങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, നമ്മൾ ഗേറ്റിൽ കടന്നിട്ട് കഴിഞ്ഞ് വന്ന വണ്ടി നിർത്താനുള്ള സ്ഥലമാണ്. ഈ വണ്ടി ഇല്ലാത്തൊരു, വാഹനം ഇല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് നല്ലൊരു പെട്ടിക്കട, റോഡ് സൈഡാണ്. ഏത് സമയത്തും വാഹനം പോകും. നല്ലൊരു ഇളനീ കട, ജ്യൂസ് കട, എന്തെങ്കിലുമൊക്കെ വേണം അവിടെ ചെയ്യുക. അതും കൂടെ ഞാൻ കൂടെ പറയുകയാണ്. കാരണം എന്താ പറയുക, ചിലപ്പോൾ വണ്ടി നിർത്തേണ്ട, നമുക്ക് വണ്ടിയൊന്നുമില്ല, ബൈക്കിൽ വെച്ചാൽ എന്ത് ചെയ്യുക, അവിടെ ഒരു കട ഓപ്പൺ ചെയ്യാം. കുറച്ച് ഇളനീര്, കരിമ്പ് ജ്യൂസ്, മറ്റുള്ളതൊക്കെ ആയിട്ട്. കാരണം വീട്ടിൽ നിന്ന് കറണ്ട് എടുക്കുക, കറണ്ടിൻ്റെ മെഷീനിൽ ജ്യൂസ് അടിക്കുന്നത്, അങ്ങനെയുള്ള സൗകര്യങ്ങളടക്കം ചെയ്യാൻ പറ്റിയ സ്ഥലത്താണിത് ആണോ. പ്രിയപ്പെട്ട ഹബീബുകളും കാണണം. ഇതാണ് ഒരാതിരി, ഇതും ഒരാതിരി. ഈ സൈഡൊക്കെ കാണിച്ചു കൊടുക്കട്ടാ. സൈഡ് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുക. നമ്മുടെ കാണുമ്പോൾ ക്ലിയർ വേണം. ആ മതിൽ വരെ കാണിച്ചു കൊടുത്താൽ, ആ മതിൽ വരെ കാണിച്ചു കൊടുക്കുക. ഇത്ര മതി കേട്ടോ. അതിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ, ഇതാണ് സിറ്റ് ഔട്ട്, ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെ പോയാലും ഒരു 8-10 പേർക്ക് ഇരിക്കാം. നല്ല സൗകര്യത്തിലുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ടൈൽസ് ഇട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ടൈൽസ് ഇട്ടുണ്ട്. ചില ഭാഗത്ത് നമുക്ക് കാവ്യമൊക്കെ കാണും, അതും പറഞ്ഞുതരാം. ഇവിടെയൊക്കെ നല്ല സൂപ്പർ ടൈൽസാണ്. അങ്ങനെ കടന്നു വന്നാൽ വലിയൊരു ഹാളിൽ കിടക്കണേ. വലിയൊരു ഹാൾ പറഞ്ഞാൽ നല്ലൊരു നീളമാണ്. കാരണം എന്താ പറയുക, നല്ല സൗകര്യമുള്ളൊരു വീടാണിത് കേട്ടോ. ഈ ഹാളിൻ്റെ വലിപ്പം അത്രയും വലിപ്പമാണ് അല്ലേ. അതുപോലെ തന്നെ മുകളിൽ പോയിട്ട് ഇനി 1-2 റൂം എടുക്കണമെങ്കിൽ
മുകൾക്ക് നമുക്കിങ്ങനെ പോരാം 1-2 റൂം നിങ്ങൾക്ക് അവിടെ എടുക്കാം. അതുപോലെ തന്നെ ഒരു വാഷ് സ്പേസ് അവിടെ ഉണ്ട്, ആ മൂലയ്ക്ക് അത് കാണിച്ചു തന്നാൽ വാഷ് സ്പേസ്. അങ്ങനെ ഈ ഹാളിൽ നിന്നാണ് നമ്മൾ 2 ബെഡ്റൂമുക്ക് തിരിയുക. ബെഡ്റൂം കാവ്യാണ് കേട്ടോ, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഇതാ കേട്ടോ, ഇവിടെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം കേട്ടോ സൗകര്യങ്ങൾ. അപ്പോൾ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള വലിയ റൂം, റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ബെഡ്റൂം കൂടെ കാണിച്ചു തരാം, ഒരു ബെഡ്റൂം കൂടെ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതും അറ്റാച്ച് ബാത്റൂമാണ്, 2 അറ്റാച്ച് ബാത്റൂമാണ്. അപ്പോൾ എന്താ പറയുക, റോഡ് സൈഡിൽ താമസിക്കണം, വരണം പോകണം, റെയിൽവേ സ്റ്റേഷനിൽ വരണം പോകണം എന്നുള്ളവർക്കൊക്കെ പറ്റും, ഇത് ജോലിക്കാർക്കൊക്കെ പറ്റും കണ്ടോ. പെട്ടെന്ന് ഒറ്റപ്പാലത്ത് ജോലിയുള്ള എൻ്റെ ഏതെങ്കിലും ഹബീബികളുണ്ടെങ്കിൽ അവർക്കൊക്കെ അനുയോജ്യമായതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് കാണേണ്ട ഡൈനിങ് ഹാളാണ്. ഇതാ ഈ ഡൈനിങ് ഹാള് ഇതാ, ഇത് അത്യാവശ്യം നല്ല ഒരു വലിപ്പമുണ്ട് അല്ലേ, നല്ല സൗകര്യമാണ് കണ്ടോ. ഈ ഡൈനിങ് ഹാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബെഡ്റൂമും ആക്കാം കേട്ടോ, അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഡൈനിങ് ഹാൾ അപ്പുറത്തൊക്കെ ചോദിച്ച് മാറ്റിയിടും ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചനാണ് കണ്ടോ, കിച്ചനും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കണ്ടില്ലേ ഹബീബിങ്ങൾ. ഇതാ വളരെ സൗകര്യം കിച്ചൺ. ഇതാ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് സ്റ്റോർ റൂമുണ്ട്. ഇത് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്, സ്റ്റോർ റൂം ഇവിടെ ഉണ്ട് കേട്ടോ. പ്രിയപ്പെട്ട ഹബീബികളാണ് ഏറ്റവും ബാക്ക് സൈഡ്. അപ്പോൾ നമ്മുടെ കേട്ടോ ഒരു അതിരാണ് ഇതിൻ്റെ ഏറ്റവും ബാക്കിലെ അതിര്. മാത്രമല്ല ഈ ഷീറ്റ് ഇട്ടിക്കെന്നറിയോ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനും കാര്യങ്ങൾക്കും സൗകര്യത്തിലാണ്. അതുപോലെ തന്നെ അമ്മിത്തറൊക്കെ ഇവിടെയാണ്. അതുപോലെ തന്നെ മഞ്ച ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അലക്കാനുള്ള കല്ല് ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഷീറ്റിട്ട ഭാഗം നമുക്ക് ഒരുപാട് സ്ഥലമാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് ഉപകരിക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ. അപ്പോൾ എല്ലാ ഭാഗം കണ്ടില്ലേ നിങ്ങൾ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. ഇതാണ് ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് റോഡിൽ മുരിക്കുംപറ്റ കഴിഞ്ഞ് അല്ലെങ്കിൽ ചുരങ്ങാട് കഴിഞ്ഞിട്ട് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം. മലപ്പുറം സെൻട്രൽ എത്തുന്നതിൻ്റെ ഒരു 100 മീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ഈ കയറ്റത്തിലാണ് കണ്ടോ. അല്ലാ ഈ ചീറിപ്പാഞ്ഞ് വരുന്ന ബസ്സുകൾ മണ്ണാർക്കാട് കടമ്പഴിപ്പുറം ബസ് എവിടേക്കൊക്കെ ബസ് പോണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ അവിടുന്ന്, അതേമാതിരി ഒറ്റപ്പാലം ടൗണ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഒന്നും പറയണ്ട, ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഒറ്റപ്പാലത്ത് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെയും ഈ അതേപോലെ തന്നെ ഇത് വില്ലേജ് ഓഫീസാണ്, ഇത് അക്ഷയ കേന്ദ്രമാണ് അപ്പുറത്ത്. അങ്ങനെ സൗകര്യങ്ങൾ ഇവിടെ ഒരു റോഡ് സൈഡിൽ ഒരു സെൻറ്റിന് 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് എൻ്റെ ഹബീബിങ്ങളെ. ഇതിൽ 6 സെൻറ്റ് സ്ഥലമാണ്, 6 സെൻറ്റ് സ്ഥലമാണ് സ്ഥലത്തിൻ്റെ വില കേട്ടോ. ഒന്നും കൊടുക്കണ്ട, പെരക്ക് ഒന്നും കൊടുക്കണ്ട. ഇത് അത്രയും അർജൻറ്റായിട്ട് വിൽക്കണം ഹബീബിൻ്റെ പെരയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് ഇതാ നമ്മുടെ വണ്ടി കണ്ടേ, ഇത് തന്നെ വീട് കണ്ടേ. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ പ്രിയപ്പെട്ട ഹബീബികൾ, ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തണമെങ്കിൽ, ഒരു കട നടത്തണമെങ്കിൽ ഇതാ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ കാർ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ആ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ അവിടെ നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരേ ഇളനീം കട, കുറച്ച് കരിമ്പ് ജ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ളതായിട്ട് സാമഗ്രികളായിട്ട് ഒരു കുടുംബം കഴിയാൻ വേറെ ഒന്നും നോക്കണ്ട. ഇതാണ് മണ്ണാർക്കാട് നിന്ന് വരുന്ന ബസ്. ഒറ്റപ്പാലം മണ്ണാർക്കാട് ഞാനല്ല പോയിക്കോളി. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ, ഇത്രയും സൗകര്യമുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് തരാൻ പോകുന്നത് 25 ലക്ഷം ഉറുപ്പ്യക്കാണ്. 25 ലക്ഷം ഉറുപ്പ്യക്ക് മൊത്തം. അത് നെഗോഷ്യബിൾ ഒന്നും ഇല്ല കേട്ടോ. കാരണം എന്താ പറയുക, എന്നോട് 30-32 പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ അർജൻറ്റ് വിൽക്കേണ്ട അവസ്ഥയല്ലേ, അപ്പോൾ അത് നമ്മൾ വലിയൊരു വില ഇട്ടിട്ട് കാര്യമില്ല, നമുക്കൊരു ആഹ്റ് വില ഇടുക എന്ന് പറഞ്ഞപ്പോൾ 26 പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ 25 ചുരുക്കി. ഇനി ചുരുക്കാൻ നിങ്ങളും പറയരുത്, ഞാനും പറയുന്നില്ല. കാരണം എന്താ പറയുക, ഇത് അങ്ങനെ ഒരു അർജൻറ്റായിട്ട് വിൽക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് വീട് വന്ന് കണ്ടാൽ അറിയും ഇത് വിൽക്കാൻ എന്താ കാരണം എന്നുള്ളത്. കാരണം ഞാൻ ഇതിൽ പറയണില്ല. മേടിക്കേണ്ട ആളുകൾ നേരിട്ട് വീട്ടിൽ വരിക, ആ വീട്ടിൽ വന്നാൽ നിങ്ങൾക്കറിയാം വിൽക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഇത് എൻ്റെ പ്രവാസികൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. വളരെ അർജൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാറില്ല. അപ്പോൾ എൻ്റെ ഹബീബികൾ കാണുന്നവർ എല്ലാ ഗ്രൂപ്പുകൾക്ക്, നിങ്ങളുടെ പെങ്ങന്മാരുടെ ഗ്രൂപ്പ്, നിങ്ങളുടെ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളുടെ സംഘടനയുടെ ഏതൊക്കെ ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഫോണിലുണ്ടോ ആ ഫോണിലേക്കൊക്കെ ഒന്ന് കൈമാറണേ ഹബീബിങ്ങളെ. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും 25 ലക്ഷം ഉറുപ്പ്യക്ക് ഒരുപാട് സൗകര്യങ്ങളുള്ള റോഡ് സൈഡ് സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ പറ്റിയത് എല്ലാറ്റിനും അനുയോജ്യമായ സ്ഥലമാണ്. മാത്രമല്ല കോളേജുകളെല്ലാം ഒറ്റപ്പാലത്തുണ്ട്, ഹോസ്പിറ്റലുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ടൗണിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ വെറും 6 കിലോമീറ്റർ പിടിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ദൂരത്ത് നിന്ന് വരുന്നവർക്കൊക്കെ സൗകര്യമാണ്, റോഡ് സൈഡാണ്, ഏത് നട്ടപ്പാതിരക്കം വരാൻ പറ്റിയതാണ്. കാരണം എന്താ പറയുക, റോഡ് സൈഡാണ്, ഏത് വാഹനം വരുന്ന സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മായസ്സലാം.